തിരൂരിൻ്റെയും താനൂരിൻ്റെയും കടപ്പുറത്ത് മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ഒരുപാട് മക്കളുണ്ടായിരുന്നു. ആ മക്കളെ മതം നോക്കാതെ, ജാതി നോക്കാതെ, സംഘടന നോക്കാതെ, വിഭാഗം നോക്കാതെ തൻ്റെ 2 കൈകളിലുമായി 11 മക്കളെ MK ഹാജി തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഭാര്യ ചോദിച്ചു, എന്തേ ഈ മക്കളൊക്കെ ഇന്ന് നിങ്ങളുടെ കൂടെ? അദ്ദേഹം പറഞ്ഞു, ഇതിനി നമ്മുടെ വീടല്ല, ഇത് ഈ മക്കളുടെ വീടാണ്. ഈ 11 മക്കൾക്കും ഉപ്പയും ഉമ്മയുമില്ല. അതുകൊണ്ട് ഈ മക്കൾ നമ്മുടെ വീട്ടിൽ താമസിക്കും, നാം മറ്റൊരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കും. അങ്ങനെയാണ് തിരുരങ്ങാടി യത്തീംഖാനയുടെ തുടക്കം. നമുക്കറിയാമോ, ആ 11 മക്കളിൽ രാമൻ എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ടായിരുന്നു. ഇസ്ലാമിനെ കുറ്റപ്പെടുത്തുന്നവർ, ഇവർ ചാൻസ് കിട്ടിയാൽ, സാധ്യത ഉണ്ടായിക്കഴിഞ്ഞാൽ മതം മാറ്റുന്നവരാണ്, സൂക്ഷിക്കേണ്ടവരാണ്. ക്യാമ്പസുകൾ പോലും നമസ്കാര സ്ഥലമാക്കുന്നവരാണ്. ഇവരുടെ അംഗസംഖ്യ വർദ്ധിച്ചു കഴിഞ്ഞാൽ നാട്ടിൽ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് നിയമങ്ങൾ പാസ്സാക്കുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ നാം ജീവിക്കുന്നത്. ആ MK ഹാജി കൊണ്ടുവന്ന ആ 11 മക്കളിൽ രാമൻ എന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ടായിരുന്നു. രാമൻ എന്ന് പറയുന്ന ആ കുട്ടിയെ MK ഹാജി രാമനാക്കിക്കൊണ്ട് വളർത്തി. ആ രാമൻ വളർന്നു. ആ രാമൻ പിന്നീട് വേങ്ങര പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായി, PSCയുടെ മെമ്പറായി, മഞ്ചേരി നിയമസഭയിൽ നിന്ന് മത്സരിച്ച് കേരളത്തിൻ്റെ MLA ആയ രാമൻ മാസ്റ്റർ വളർന്നത് MK ഹാജിയുടെ യത്തീംഖാനയിലായിരുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, ക്യാമ്പസുകൾ എന്നത് മതേതരത്വത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ശാന്തികയുടെ ഭൂമിയാകണമെന്നാണ് നാം വിളിച്ചു പറഞ്ഞത്. തൃശ്ശൂർ കൊടുങ്ങല്ലൂരിൽ ഒരു കേരളവർമ്മ ഹയർ സെക്കൻഡറി സ്ഥാപനം വർക്ക് ചെയ്യുന്നുണ്ട്. ആരാണത് തുടങ്ങിയതെന്നോ? മണപ്പാട്ട് കുഞ്ഞഹമ്മദ് ഹാജിയാണ്. ഐക്യസംഘത്തിൻ്റെ പ്രഥമ ജനറൽ സെക്രട്ടറി ആയിരുന്ന മണപ്പാട്ട് കുഞ്ഞഹമ്മദ് ഹാജി കേരളവർമ്മ സ്കൂൾ തുടങ്ങിയത് ഒരു LP സ്കൂളായിട്ടാണ്. SC വിഭാഗത്തിലെ, ST വിഭാഗത്തിലെ, ഈഴ വിഭാഗത്തിലെ മക്കൾക്ക് വിദ്യാഭ്യാസം തടസ്സം നിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ യൂണിഫോം നൽകി, പുസ്തകങ്ങൾ നൽകി, ആനുകൂല്യങ്ങൾ നൽകി തുടങ്ങിയ ആ സ്ഥാപനമുണ്ടല്ലോ, അതാണ് കേരളവർമ്മ ഹയർ സെക്കൻഡറി സ്കൂളായി പ്രവർത്തിക്കുന്നത്. ഈഴവ സമൂഹത്തിന് വിദ്യാഭ്യാസം നിഷേധിച്ചിരുന്ന ഒരു കാലത്ത് SN കോളേജിന് 25 ഏക്കർ സ്ഥലം നൽകിയത് മണപ്പാട്ട് കുഞ്ഞഹമ്മദ് ഹാജിയാണ്. NSSന് 25 ഏക്കർ സ്ഥലം നൽകിയത് മണപ്പാട്ട് കുഞ്ഞഹമ്മദ് ഹാജിയാണ്. ഫറൂഖ് കോളേജിന് 100-ലധികം ഏക്കർ സ്ഥലം നൽകിയത് മണപ്പാട്ട് കുഞ്ഞഹമ്മദ് ഹാജിയാണ്. അതാണ് മുജാഹിദ് പ്രസ്ഥാനം, അതാണ് മുസ്ലിം സമുദായം ഈ ലോകത്തോട് വിളിച്ചു പറയുന്നത്. നമുക്ക് സമാധാനം ആവശ്യമാണ്. ഈ രാജ്യത്തിൽ ധ്രുവീകരണം ഉണ്ടാക്കാൻ കേരളമെന്ന് പറയുന്ന ഒരു സംസ്ഥാനത്ത് പോലും എങ്ങനെയെങ്കിലും ഒരു പ്രശ്നമുണ്ടാക്കി, ധ്രുവീകരണമുണ്ടാക്കി ഈ രാജ്യത്ത് നമ്മുടെ അജണ്ടകൾ നടപ്പാക്കാമെന്ന് വിചാരിച്ച് തീവ്രമായ വർഗീയമായ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മുന്നിട്ടിറങ്ങുന്ന ആളുകളോട് സമാധാനത്തോടെ, ശാന്തതയോടെ, സമാധാനത്തോടെ